നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച് വീട്ടമ്മ മരിക്കാനിടയായ സംഭവം. ആരോഗ്യവകുപ്പിനെ പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് സമരം. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം. എടവിലങ്ങ് പഞ്ചായത്തിലെ കാരവ കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷം. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മൺസൂൺ കാല ട്രോളിംഗ് ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്ക്. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തി. നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയത് ആരോഗ്യവകുപ്പിന് പറ്റിയ പിഴവാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 6 മാസത്തിനിടെ ഹോട്ടലിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ട് 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. KV ചന്ദ്രൻ അധ്യക്ഷനായി. CP ഉല്ലാസ്, അബ്ദുൽ മജീദ്, ലിജേഷ് പള്ളായി, നസീർ പുഴങ്കരയിലത്ത്, VS ജിനേഷ്, KK കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം തുടങ്ങി. എടവിലങ്ങ് പഞ്ചായത്തിലെ കാരവാക്കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വാക്കടപ്പുറത്ത് വളവത്ത് സജി, പാണ്ഡികശാലക്കൽ സുരേഷ്, പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ കടൽ കയറി. കടൽക്ഷോഭം തുടർന്നാൽ ഈ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. മറ്റു 12ഓളം വീടുകളും കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കടൽ ഭിത്തിയില്ലാത്തതിനാൽ ഇവിടെ ശക്തമായ തിരമാല വീടുകളിലേക്ക് നേരിട്ട് അടിച്ചു കയറുന്ന അവസ്ഥയാണുള്ളത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ, വാർഡ് മെമ്പർ വിനിൽദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ്, ഷാഹിന, സുബി പ്രമോദ്, ബിന്ദു രാധാകൃഷ്ണൻ എന്നിവർ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിച്ചു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക. ജൂൺ 9 അർദ്ധരാത്രിക്ക് മുമ്പായി തൃശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഇതര സംസ്ഥാന യന്ത്രവൽകൃത ബോട്ടുകളും കേരള തീരം വിട്ടുപോകണമെന്ന് ജില്ലാതല യോഗത്തിൽ നിർദ്ദേശം നൽകി. മറ്റ് ബോട്ടുകൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ ആങ്കർ ചെയ്യേണ്ടതുമാണ്. പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗും ഈ കാലയളവിൽ അനുവദിക്കില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകുന്ന ഒരു വലിയ വള്ളത്തോടൊപ്പം ഒരു കാരിയർ വെള്ളം മാത്രമേ അനുവദിക്കൂ. ഇവയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതാത് മത്സ്യഭവൻ ഓഫീസിൽ യാനം ഉടമകൾ റിപ്പോർട്ട് ചെയ്യണം. ട്രോളിംഗ് നിരോധന കാലയളവിൽ ജില്ലയുടെ തീരപ്രദേശത്തും ഹാർബറുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ, യന്ത്രവൽകൃത ബോട്ടുകൾക്ക് യാതൊരു കാരണവശാലും ഇന്ധനം നൽകരുത്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കൂടാതെ കായലിനോടോ ജെട്ടിയോടോ ചേർന്ന് പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കരുത്. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുത്ത മത്സ്യബഡ് ബങ്കുകൾ അനുവദിക്കാം. CPI മാള മണ്ഡലം കമ്മിറ്റി VK രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI മാള മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ CPI മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TN വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. VM വത്സൻ, MK ബാബു, അലി PK, രതീഷ് ശാന്തി, VS ഗോപാലകൃഷ്ണൻ, KR സുർജിത്ത്, ജോബി കാച്ചപ്പള്ളി, BK നാരായണൻ, അജയൻ CC എന്നിവർ പങ്കെടുത്തു. AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ മാള മണ്ഡലം തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UV വാസുദേവൻ, ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ക്യാപ്റ്റൻ സനീഷ് പടിയഞ്ചേരി, സുജിത് ലാൽ, PV അരുൺ, KK യൂസഫ്, സച്ചിൻ സദാനന്ദൻ, KR സുർജിത്ത്, അഭിലാഷ് മോഹൻ, സ്കൂൾ ഇൻചാർജ് ജീന ജോസ്, PTA പ്രസിഡന്റ് സാബു ആനാമ്പലത്ത്, MPT പ്രസിഡന്റ് വിജിത ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ജനകീയ നേതാക്കളാണ് VK രാജനും US ശശിയും എന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. CPI മാള മണ്ഡലം സംഘടിപ്പിച്ച VK രാജൻ US ശശി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അത്ര വേഗതയിലാണ് രാജേട്ടനില്ലാത്ത 27 വർഷം
ഇവിടെ കടന്നുപോയത്. സഖാവ് VK രാജൻ എന്ന് പറയുന്ന ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് ഞാൻ ഏറെ വിശദമായി പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഖാക്കൾക്കും നേരിട്ട് രാജേട്ടനുമായി നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന സഖാക്കൾ തന്നെയാണ് എന്നെനിക്കറിയാം. ഇവിടെ സഖാവ് വസന്തൻ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം രാജേട്ടൻ എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലൊരു ബന്ധം സൃഷ്ടിക്കാൻ സഖാവ് രാജേട്ടന് സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന അംഗീകാരം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ, US ശശി സ്മാരക അവാർഡ് വിതരണം നിർവഹിച്ചു. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, TN വേണു, VM വത്സൻ, ഹക്കീം, ഇന്ദിരാ ദിവാകരൻ, ബാബു MK, ബിന്ദു ബാബു, US ശശി സ്മാരക അവാർഡ് ജേതാവ് CA വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്ന അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരാജയങ്ങൾക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഇവരെന്തിനു വേണ്ടിയാണ് ഈ രാജ്യം, ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായി ഇവരിങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ ചമഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് ഇങ്ങനെ സർക്കിട്ട് ദിവസം 24 മണിക്കൂറും ഇങ്ങനെ യാത്ര ചെയ്യുന്നതല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി, പഞ്ചായത്തിന് വേണ്ടി, രാജ്യത്തെ ഏറ്റവും ദുർബലരായ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. PD ജോസ്, NS വിജയൻ, KK രവി നമ്പൂതിരി, KA ഇക്ബാൽ, TK രമേശൻ, ലളിത ദിവാകരൻ, സുനിത സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച് വീട്ടമ്മ മരിക്കാനിടയായ സംഭവം. ആരോഗ്യവകുപ്പിനെ പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് സമരം. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം. എടവിലങ്ങ് പഞ്ചായത്തിലെ കാരവ കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷം. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മൺസൂൺ കാല ട്രോളിംഗ് ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.